ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് S4 KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്കാണ്. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് വിത്ത് കോഡ് CET 20 എന്നുള്ളതിൻ്റെ 4ാമത്തെ മൊഡ്യൂളിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാർട്ട് ഡിവിഷൻസ് എന്നുള്ളതൊക്കെ മുമ്പത്തെ പ്രീവിയസ് ആയിട്ടുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഒന്നുകൂടി പറയാം. പാർട്ട് എ, പാർട്ട് ബി ആയിട്ടാണ് നമുക്ക് വരുന്നത്. അതിൽ പാർട്ട് എയിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 10 ക്വസ്റ്റ്യനാണുള്ളത്. അതിൽ തന്നെ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ചിട്ട് നമുക്ക് 6 മാർക്കാണ് എ പാർട്ടിൽ നിന്ന് ഇതെന്ന് വരുന്നത്. പിന്നെ ബി പാർട്ടിലേക്ക് വരുമ്പോൾ ഒരു essay ടൈപ്പ് കുറച്ച് എലോങ്ങേറ്റഡ് ആയിട്ട് എഴുതേണ്ട ആൻസേഴ്സ് ആണ് വരുന്നത്. അതിൽ വരുന്നത് 2 ക്വസ്റ്റ്യൻസിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. അതിലൊരു ക്വസ്റ്റ്യന് 14 മാർക്ക് വെച്ചിട്ട്, അങ്ങനെ ഒരു മൊഡ്യൂളിൽ നിന്ന് 20 മാർക്ക് വെച്ചിട്ട് 5 മൊഡ്യൂളിൽ നിന്ന് 100 മാർക്ക്, അങ്ങനെയാണ് നമ്മളുടെ ഒരു എക്സാം പാറ്റേൺ വരുന്നത്. ഇതിനുശേഷം നമുക്ക് ഏതൊക്കെ ടൈപ്പ്, ഈ ഒരു മൊഡ്യൂളിൽ ഏതൊക്കെ ടൈപ്പ് കമ്പോണൻസ് ആണ് അല്ലെങ്കിൽ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ പറയുന്നത് റെയിൽവേ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റെയിൽവേന്റെ കമ്പോണൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും, ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് കമ്പോണൻസ് ഓഫ് ദ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത്. ഒരു റെയിൽവേ ട്രാക്കിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് കൺസെപ്റ്റ് ഓഫ് ഗേജസ് എന്ന് പറയുന്നത്. ഒരു 2 റെയിൽവേ ട്രാക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ മെഷർമെൻറ്റുകൾ, അതിനിപ്പം ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധികമായിട്ടാവും അതിൻ്റെ വീൽസും ആക്സിൽസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് കോണിങ് ഓഫ് വീൽസ്. കോണിങ് ഓഫ് വീലൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് എന്തുകൊണ്ട് നമ്മളുടെ ട്രെയിനുകളിൽ വരുന്ന വീലുകൾക്ക് ചെറിയ ചെരിവുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ക്യാൻ ഡെഫിഷ്യൻസി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോമ്പൻസേഷൻ ഓഫ് ഗ്രേഡിങ്സ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ടണൽ എഞ്ചിനീയറിംഗ്. ടണൽ എഞ്ചിനീയറിംഗിൽ വരുന്നത് ടണലിന്റെ പല സെക്ഷൻസ്, അതിന് എന്തൊക്കെ തരത്തിലുള്ള സർവേകളാണ് നടത്തി പോരുന്നത്, അതെങ്ങനെയൊക്കെ അലൈൻമെന്റ് നമ്മൾ നോക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ നോക്കുന്നത്. പിന്നെ ട്രാൻസ്ഫറിങ് ഓഫ് സെൻട്രൽ ഗ്രേഡ് ഇൻ ടു ദ ടണൽ, ഇത്തരം ടോപ്പിക്കുകളാണ് അതിൽ വരുന്നത്. പിന്നെ 3ാമതായിട്ട് വരുന്നതാണ് ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഹാർബേഴ്സിൽ വരുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഹാർബേഴ്സ് ആണ് നമുക്ക് ഇന്ന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സും റിക്വയർമെൻറ്റ്സും പറയുന്നുണ്ട്. പിന്നെ ബ്രേക്ക് വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ കടലിൽ വരുന്ന തിരമാലകൾ, തീരങ്ങളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ബ്രേക്ക് വാട്ടേഴ്സ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, പിന്നെ അത് ഏതൊക്കെ ടൈപ്പിലുണ്ട്, എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ 4ാമതായിട്ട് വരുന്നതാണ് ഡോക്കുകൾ എന്ന് പറയുന്നത്. ഡോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഷിപ്പുകൾ ബർത്ത് ചെയ്യുന്ന ഹാർബറിലുള്ളൊരു പെർട്ടിക്കുലർ സ്പേസ് ആണ്. അതിൻ്റെ ഫങ്ഷൻസും അത് ഏതൊക്കെ തരത്തിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൽ ഡ്രൈ ഡോക്കും വെറ്റ് ഡോക്കുകളെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 4 പാർട്ട് എ പാർട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്നത് വാട്ട് ഈസ് ഡ്രൈ ഡോക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഡ്രൈ ഡോക്ക് എന്നുള്ളത്? ഡ്രൈ ഡോക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും, ഡ്രൈ എന്നുള്ള ഒരു എലമെന്റ് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. ഡ്രൈ, വെറ്റ് ഡോക്കുകൾ എന്നുള്ളതാണ്. എന്താണ് ഡോക്ക് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ ഡ്രൈ ഡോക്ക് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എ ഡ്രൈ ഡോക്ക് ഈസ് എ സ്ട്രക്ചേർഡ് ഏരിയ വേർ ദ കൺസ്ട്രക്ഷൻ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ മെർച്ചന്റ് വെസൽസ് ആൻഡ് ബോട്ട് ആർ ക്യാരിഡ് ഔട്ട്. അതായത് മർച്ചന്റ് വെസലുകളും ബോട്ടുകളും, അതായത് വലിയ ഷിപ്പുകൾ, കാർഗോ ഷിപ്പുകൾ ഉണ്ടാവും, മറ്റേ മെറ്റീരിയൽസും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വലിയ കണ്ടെയ്നറൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വലിയ ഷിപ്പുകളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്കുള്ള ഏതൊരു മെക്കാനിക്കൽ ഓട്ടോമൊബൈലിനും അതിൻ്റെതായിട്ടുള്ള റിപ്പയറും മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടത്തി വരുന്നതാണ്. ഇപ്പം കാറായാലും ബൈക്കായാലും അതിനൊക്കെ ഓരോരോ പറയുന്നുണ്ട്, ഡിസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു റിപ്പയറിംഗ് ഷോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ വലിയ ഓട്ടോമോട്ടീവ്സ് ആയിട്ടുള്ള ഇപ്പോൾ എയറോപ്ലെയിൻസ്, ഫ്ലൈറ്റ്സുകളാണെന്നുണ്ടെങ്കിലും ഷിപ്പുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു റിപ്പയറിംഗ് ഷോപ്പ് വേണം. അതാണ് ഈ ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഈ മറ്റേ ഫ്ലൈറ്റുകളുടെ എയറോപ്ലെയിൻസിൻ്റെ ഒക്കെ നമുക്കറിയാം ഹാങ്ങേഴ്സ്, പിന്നെ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ മെയിൻ്റനൻസും പിന്നെ റിപ്പയർ വർക്കിനൊക്കെയാണ്. അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള ബോട്ടുകളും വലിയ ഷിപ്പുകളുടെയൊക്കെ എന്തിനു വേണ്ടിയിട്ട്,
റിപ്പയറിന് വേണ്ടിയിട്ടും മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ഡോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മെയിനായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു യൂണീക് കൺസ്ട്രക്ഷൻ ഓർ ആൻ അറേഞ്ച്മെന്റ് അലൗസ് ദ വാട്ടർ ടു ബി ഫിൽഡ് അപ്പ് ഇൻ ആൻ ഏരിയ ഓൾസോ നോൺ ആസ് എ ലോക്ക് സോ ദ വെസൽ ക്യാൻ ബി മാനൂവേർഡ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ഏരിയ ഈസിലി. അതായത് സപ്പോസ് ഇത് ഒരു ക്രോസ് സെക്ഷൻ ആണെന്ന് എടുക്കുക, ഇതാണ് നമ്മളെ ഷിപ്പ് കൊണ്ടുവന്ന് ബർത്ത് ചെയ്യാനുള്ള സ്പേസ് എന്ന് വിചാരിക്കുക. ഈ ലെവലിലാവും ചിലപ്പോൾ കടൽ വരുന്നുണ്ടാവുക. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഷിപ്പിൻ്റെ അടിഭാഗം പോലും മെയിൻ്റനൻസിന് റിപ്പയറിനൊക്കെ വിധേയമാകും. ഒരിക്കലും നമുക്ക് കടലിൻ്റെ അടിയിലൂടെ പോയിട്ട് ഒരു വെൽഡിങ് നടത്താനോ അല്ലെങ്കിൽ ഒരു റിപ്പയറിങ് നടത്താനോ വളരെ വളരെ ബുദ്ധിമുട്ടാവും. ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം റിപ്പയറിങ് നടക്കുമ്പോൾ നമുക്കറിയാം സ്ട്രക്ചറലി പോലും നമുക്ക് അതിനെ റിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട്, ചെറിയൊരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാജുവലായിട്ട് വെള്ളം കയറുകയും ആ ഷിപ്പിൻ്റെ ഇലക്ട്രോണിക് പാർട്സുകൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ പാർട്സിനൊക്കെ ഇതാക്കിയിട്ട് അത് സ്ക്രാപ്പ് ആക്കി മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഷിപ്പിനെ ഡ്രൈ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് വേണം നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ. പക്ഷെ ഒരിക്കലും കടലിലിരിക്കുന്ന ഷിപ്പിനെ പൊക്കി വെച്ച് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ലാൻഡിലേക്ക് കയറ്റി വെക്കുക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിളും ഇംപ്രാക്ടിക്കലുമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ വെസലുകൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാർഗോ വെസൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1,00,000 ടണ്ണ് അല്ലെങ്കിൽ 50,000 ടണ്ണ് അത്രയും ഹൈ വെയിറ്റ് വരുന്ന ഒരു സാധനമാണ്. അപ്പം ഇത്രയും വെയിറ്റ് വരുന്ന ഒരു സ്റ്റീൽ സ്ട്രക്ചറിനെ ഒരു ക്രെയിന് വെച്ച് പൊക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രെയിന് അതിൻ്റെ ഒരു 2-3 ഇരട്ടി പവർഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സേഫ് ലിഫ്റ്റിംഗ് കപ്പാസിറ്റിയിൽ അതിനെ പൊക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രെയിനും അതിൻ്റെ മെഷീൻസും അതിൻ്റെ മെയിൻ്റനൻസും എല്ലാതും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ വന്നൊരു എഞ്ചിനീയറിംഗ് ഐഡിയ ആണ് ഈ പറയുന്നത്. അതായത് നമ്മളൊരു എയർലോക്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സീൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കാം. സപ്പോസ് ഇത് അതിൻ്റെ ഒരു ഗേറ്റ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വൺസ് ഈ ഷിപ്പ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡോർ ഓപ്പൺ ചെയ്യും. ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കടലിലെ വെള്ളം ഇവിടേക്ക് കയറും, സെയിം ലെവലാവും. അങ്ങനെ ഈ ഷിപ്പ് ഇവിടെ വന്ന് ബർത്ത് ചെയ്യല്ലോ. ബർത്ത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പം ബർത്ത് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ അൺവാണ്ടഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്ടറാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഗേറ്റ് വീണ്ടും ലോക്ക് ചെയ്ത് വെക്കും. ലോക്ക് ചെയ്തതിന് ശേഷം ഇതിനുള്ളിലുള്ള വാട്ടറൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പമ്പ് ഔട്ട് ചെയ്യും. പമ്പ് ഔട്ട് ചെയ്യുമ്പോൾ താഴെ വെച്ചിരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ടാവും, അതിലേക്ക് ഈ ബോട്ട് വന്നിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ആ വെള്ളത്തിനെ പുറന്തള്ളുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു മെക്കാനിസത്തിലാണ് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡ്രൈ അറ്റ്മോസ്ഫിയർ കിട്ടും. ഡ്രൈ എന്ന് പറയുമ്പോൾ ലിറ്ററലി ഡ്രൈ ആവില്ല എങ്കിൽ പോലും വെള്ളത്തിലിട്ട് ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാനും ഈസി ആയിട്ട് ഇതിനെ റിപ്പയർ ചെയ്യാനും ഒക്കെ സാധിക്കും. അതിന് പറ്റിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് എറണാകുളത്ത് നമ്മൾ ഒരു ഡ്രൈ ഡോക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഡ്രൈ ഡോക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അതിന്റെ സെയിം കൺസ്ട്രക്ഷൻ, ഈ കൺസ്ട്രക്ഷൻ തന്നെയായിരുന്നു അവിടെ നടത്തി വന്നിരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. യൂണീക് കൺസ്ട്രക്ഷൻ അലോസ് ദ, ഇതിന്റെ ഒരു മെനൂവറിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. കാരണം ഒരു വെസലിനെ ഒരിക്കലും നമുക്ക് പറഞ്ഞ മാതിരി തന്നെ ലിഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. പിന്നെ വരുന്നത്, വൺസ് ദ വെസൽ എൻറ്റേഴ്സ് ദ ഡ്രൈ ഡോക്ക് ദ ഗേറ്റ് ആർ ക്ലോസ്ഡ് ആൻഡ് ദ സീ വാട്ടർ ഈസ് ഡ്രെയിൻഡ് ഔട്ട് സോ ദാറ്റ് ദ ഹൾ ആൻഡ് ദ അതർ പാർട്ട് ഓഫ് ദ ഷിപ്പ് വിച്ച് മേ ഹാവ് ബീൻ എക്സ്പോസ്ഡ് ടു ദ സീ വാട്ടർ ഫോർ ലോങ് ടൈം ആർ എക്സ്പോസ്ഡ് ഫോർ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ വർക്ക്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ സീ വാട്ടറിനോട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാർട്ടുകൾ ഉണ്ടാവും. ഹള്ള്, ആ അടിഭാഗത്ത് വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചറിനാണ് പറയുന്നത് ഹള്ള്. പിന്നെ അതുപോലുള്ള അതർ പാർട്സ് ഏതിനാണ് സീ വാട്ടറിനോട് കുറേ കാലം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള എന്ത് വന്നിട്ടുണ്ടാവും, കൊറോഷൻ സംഭവിച്ചിട്ടുണ്ടാവും, ഡിറ്റോറിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവും, ഡീഗ്രഡേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഈ ഒരു സ്ട്രക്ചർ കൂടിയേ തീരുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് മെയിൻ്റനൻസും റിപ്പയർ വർക്കും ഈസി ആവുള്ളൂ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഡ്രൈ ഡോക്ക് ഉള്ളത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇതിന് കുറച്ചും കൂടി ഒന്ന് ഈ പറഞ്ഞ 2 പോയിന്റ് ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിന് മാർക്ക് സ്കോർ ചെയ്യും. ഇത് തന്നെ ആവശ്യത്തിൽ കൂടുതലുള്ള ഡീറ്റെയിൽസ് ഇതിലുണ്ട് എങ്കിൽ പോലും. ഇനി നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് വാട്ട് ഈസ് കോണിങ് ഓഫ് വീൽസ്, വൈ ഈസ് ഇറ്റ് നെസസറി എന്നുള്ളതാണ്. എന്താണ് കോണിങ് ഓഫ് വീൽ എന്നുള്ളത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു പ്രോബ്ലം ആയിരുന്നു നമ്മളെ മുമ്പിലുണ്ടായിരുന്നത്. എങ്ങനെ ഈ ഷിപ്പിനെ ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ, റിപ്പയർ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു എൻജിനീയറിംഗ് സൊല്യൂഷൻ ആയിരുന്നു ഡ്രൈ ഡോക്കിൻ്റെ കൺസ്ട്രക്ഷൻ. അതുപോലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ നമ്മൾ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഡിസൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രോബ്ലമാറ്റിക് ആയിട്ട് നിന്നൊരു സാധനമായിരുന്നു നമ്മളുടെ ട്രെയിനിൻ്റെ വീലിൻ്റെ. സപ്പോസ് ഇതാണ് റെയില്, ട്രാക്ക്, ഇത് അതിൻ്റെ മേലുള്ള ട്രെയിനിൻ്റെ ആക്സിലാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇത്രയും ഒരു സ്റ്റീലിന്റെ മേലെ വേറെ ഒരു സ്റ്റീലിന്റെ സ്ട്രക്ചർ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ വരുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മൈന്യൂട്ടാണ്. നമ്മളെല്ലാവരും ഈ ട്രാക്ക് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാം നല്ല മിനുസത്തിൽ പോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഹൈ എലവേഷനിലൊന്നും ഈ ട്രെയിൻ അധികം നമ്മൾ എടുക്കാത്തത്. കാരണം ഹൈ എലവേഷനുകളിലേക്ക് ട്രെയിനിനെ കയറ്റുക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ ആണ്, ബിക്കോസ് ഓഫ് ലെസ് ഫ്രിക്ഷൻ. ഈ ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്രയും വെയിറ്റ് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഏരിയയിലൂടെ പോകാന്നുള്ളത് ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? വളവുകളോ തിരിവുകളോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മിനുസം കാരണവും ലോ ഫ്രിക്ഷൻ കാരണവും ഈ ആക്സിൽ പുറത്തോട്ട് തള്ളാനും ഡീറെയിലിംഗ് സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡീറെയിലിംഗ് അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ ഇതൊരു എന്തായിരുന്നു, ഒരു ഷുവർ ആയിട്ടുള്ള ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. കാരണം ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആവില്ല. അത് സേഫ്റ്റി ഫീച്ചേഴ്സിനെ ഒരു തരത്തിലും ടാലി ആക്കാത്ത രീതിയിലാണ് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ കൊണ്ടുവന്ന ഒരു ചേഞ്ച് ആയിരുന്നു ഇവിടെയുള്ള ഒരു എക്സ്ട്രാ ആയിട്ട് കുറച്ച് ലെങ്ത്തിൽ കൊടുക്കാം എന്നുള്ളത്. അപ്പം എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലേക്കാവും എന്ത് നിൽക്കുക, ടയർ നിൽക്കുക. അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കും. ചെറിയൊരു പ്രൊജക്ഷനിൽ വെച്ചിട്ട് കുറച്ചും കൂടി കയറ്റി ഇറക്കിയിട്ടുണ്ടാക്കും. അപ്പോൾ ഈ ഒരു താഴത്തോട്ട് ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു ഭാഗമല്ലേ, ഈ രണ്ട് ഭാഗം ഈ റെയിലിൽ തട്ടി തടഞ്ഞു നിന്നോളും എന്നാണ് ആദ്യം കൊണ്ടുവന്നിട്ടുള്ള ഡിസൈനിങ് ഫീച്ചർ എന്ന് പറയുന്നത്. പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വളവ് വളയുമ്പോൾ ഒരു ട്രെയിൻ ഉണ്ടാവുന്ന മൊമെന്റം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു പ്രൊജക്ഷന് താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ചെറിയൊരു വളവ് വളയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ട്രെയിന് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കൊണ്ടുവന്നിരുന്നെന്നുണ്ടെങ്കിൽ പക്ക ഡെഡ് സ്ലോ ആയിട്ട് വേണം പോകാൻ, അല്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. അപ്പോഴാണ് അവർ വേറൊരു ഡിസൈൻ കൊണ്ടുവന്നത്. ഞാൻ ഇതിൻ്റെ ഒരു എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷൻ വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് ട്രെയിനിൻ്റെ ടയർ എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇത് നമ്മളൊരു റെയിലിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനൊക്കെ പോയാലും ആ രണ്ട് റെയിലിൻ്റെ നടുവിലേക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനൊക്കെ പോയാലും ഈ രണ്ട് സാധനങ്ങൾ പുറത്തോട്ട് പോവില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഒരു സൈഡിൽ വരുന്ന മൊമെന്റ് ഈ സൈഡിലായി കൗൺട്രാക്ട് ചെയ്തുകൊണ്ടേ നിൽക്കും, ഒരു സൈഡിൽ വരുന്ന മൊമെന്റ് അപ്പുറത്തെ സൈഡ് കൗൺട്രാക്ട് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൊമെന്റം ബാലൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. അതായത് ഒരു തരത്തിലും ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഇതെന്ത് സംഭവിക്കില്ല, പുറത്തേക്ക് പോകില്ല. ഇങ്ങോട്ടൊരു മൊമെന്റ് വരുമ്പോൾ, അതായത് ഇവിടുന്ന് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത് കൗൺട്രാക്ട് ചെയ്യും, ഇവിടെ വരുന്നതാണെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡ് കൗൺട്രാക്ട് ചെയ്യും. ഇതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷനാണ് നമ്മൾ ഇന്ന് കാണുന്ന റെയിൽവേയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ വരച്ച ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത് കുറച്ച് എക്സാഗ്രേറ്റഡ് ആയിട്ടാണ് ഞാൻ വരച്ചതെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലാഞ്ചസ് ഓഫ് വീൽസിന് ഫ്ലാറ്റ് ആയിട്ടല്ല ഉണ്ടാക്കുക. ദേ ആർ മെയ്ഡ് ഇൻ എ സ്ലോപ്പ് ഓഫ് 1:20. ഈ ഒരു സാധനത്തിലാണ്, ഈ ഒരു സ്ലോപ്പിലാണ്
നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കോണിങ് കൊടുത്തിട്ടുള്ളത്. ഈ സ്ലോപ്പ് എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആൻസറിൽ എപ്പോഴും ഉൾപ്പെടുത്താൻ നോക്കണം. As the wheels are set on the axle, there are chances for lateral movement between the flanges of the wheel and the rail. Hence, without coning, the flanges would cause a slightly but sudden shock to the side of the rail. അതായത് ഇപ്പോൾ ഈ മറ്റേ ഫ്ലാഞ്ചസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാറ്ററൽ മൂവ്മെന്റിന്റെ സമയത്ത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർലോക്ക് ആയിട്ടാവില്ല ആ ഫ്ലാഞ്ചസ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ആ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് വീലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇന്റർലോക്ക് ആയിട്ടാവുള്ള ഉണ്ടാവുക. ചെറിയൊരു ഗ്യാപ്പ് വരും ഇതിൻ്റെ ഇടയിൽ. ആ ഗ്യാപ്പ് കൊണ്ട് തന്നെ ഈ ലാറ്ററൽ മൂവ്മെന്റിന്റെ ടൈമിൽ ഈ ഫ്ലാഞ്ചസിൽ വന്ന് തട്ടിയിട്ട് ഫ്ലാഞ്ചസ് പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിസൈനിങ്ങിൽ വരുന്ന മാറ്റം വരുത്തിയിട്ടുള്ളത്. ഔട്ടർ റെയിൽ ഹാസ് ടു കവർ എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ദാൻ ദ ഇന്നർ റെയിൽ. സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, ഇപ്പോൾ ഒരു കാറിന്റെ കേസിലാണെങ്കിൽ പോലും ഔട്ടർ ആണ് കുറച്ചും കൂടി കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്, ഇന്നർ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഒരു കാറിന്റെ വീല് ഇതുപോലെ തന്നെ ഒരു ആക്സിലിൽ ഘടിപ്പിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു റൂട്ടിലാണ് ഇത് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ടയർ ചലിക്കുന്നതിനേക്കാൾ എത്രയോ കുറവാണ്, ഈ ടയർ ചലിക്കുന്നതിനേക്കാളും കൂടുതലാണ് ഈ ടയർ. കാരണം അത് ഔട്ടർ സർക്കംഫറൻസിലാണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് കാറുകളിൽ ഡിഫറൻഷ്യൽ സെറ്റപ്പുകൾ വെച്ചിട്ടുള്ളത്. ഡിഫറൻഷ്യൽ ലോക്കുകൾ, മറ്റേ എന്താ പറയുക, ഓരോ ടയർ ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഈവൻ ഇഫ് അതൊരൊറ്റ ആക്സിലാണെങ്കിൽ പോലും രണ്ട് ടയറിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഡിഫറൻഷ്യൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഡിഫറൻഷ്യൽ അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് വെക്കാൻ പറ്റില്ല. ഇതിന് നമ്മൾ മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഡിസൈനുകളിൽ മാറ്റിയിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതാണ് നമ്മൾ നോക്കുന്നത്. Also, as the vehicle has the tendency to move the sideways towards the outer rail, the circumference of the flanges of the outer wheel has to be greater than of the inner wheel, and this has to help out in the outer wheel to cover the longer distance than the inner rail. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്ലാഞ്ചസിന് ഇന്നർ ഡയമെൻഷനേക്കാളും കൂടുതലായിട്ട് ഒരു ഇത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇത് ഉള്ളിലോട്ട് വരത്തുള്ളൂ. ഇപ്പം ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം അത് എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലായി എന്നുള്ളത് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പറയുന്ന അടുത്ത സാധനമാണ് വൈ ഈസ് ഇറ്റ് നെസസറി എന്നുള്ളത്. വൈ ഈസ് ഇറ്റ് നെസസറി എന്നുള്ളതിൻ്റെ മെയിനായിട്ട് വരുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോർ സേഫ്റ്റി പർപ്പസ് ആണ്, ഫോർ ഈസി മനൂവറിങ് ആണ്, എങ്ങനെയാണ് ആ വണ്ടി ഇതാക്കുക എന്നുള്ളത്. പിന്നെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടു ഫിക്സ് ദ റെയിൽ, ആ റെയിലിൽ തന്നെ ആ വണ്ടി നിർത്തുക എന്നുള്ളത് കോണിങ് ഓഫ് വീൽ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. പിന്നെ പറഞ്ഞ മാതിരി തന്നെ ഒരു കേവില് ഒരു ഹൈ മൊമെന്റത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധിയിലപ്പുറം ഈ കോണിങ് ഓഫ് വീല് കാരണമാണ് അത് അതിൽ ഫിക്സ് ആയിട്ട് പോകുന്നത്. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഇതാക്കാൻ പറ്റുന്നത്, കോണിങ് ഓഫ് വീല് നെസസറി ആയിട്ട് വരുന്നത്. വൺസ് ഈ നെസസറി, അതായത് ഈ കോണിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ചെറിയൊരു ടേൺ പോലും എടുക്കാൻ പറ്റില്ല. ഷുവർ ആയിട്ട് ആ വണ്ടി എന്ത് സംഭവിക്കും, ഡീറെയിലിംഗ് സംഭവിക്കും. പിന്നെ നമുക്ക് വരുന്നത് 17ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. വാട്ട് ഷുഡ് ബി ദ ആക്ച്വൽ റൂളിംഗ് ഗ്രേഡിയന്റ് ഇഫ് ദ റൂളിംഗ് ഗ്രേഡിയന്റ് ഈസ് 1/20, 1/130, on the median gauge and a curve of 4 degrees is superimposed on above the track section. ഇതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഗ്രേഡ് കോമ്പൻസേഷൻ ഫോർ എ മീഡിയം കോച്ച് ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് 0.03 ആണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആസ് പെർ ദ ഡിഗ്രി ഓഫ് കർവ് എന്നുള്ളത്. പിന്നെ നമുക്ക് കാണേണ്ടത് എന്തൊക്കെയാണുള്ളത്, ആക്ച്വൽ റൂളിംഗ് ഗ്രേഡിയന്റ് കാണണം, അതാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കാണുന്നത് ഗ്രേഡ് കോമ്പൻസേഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിലാദ്യം നമുക്ക് തന്നിട്ടുള്ള 0.03 എന്നുള്ളതിനെ 4 കൊണ്ട്, 4 എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് തന്നിട്ടുള്ള ഡിഗ്രിയാണ്. ഈ 4 ഡിഗ്രി ആയിട്ട് ഗുണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രേഡ് കോമ്പൻസേഷൻ കിട്ടും. ഗ്രേഡ് കോമ്പൻസേഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ റൂളിംഗ് ഗ്രേഡിയന്റ് എത്രയാണെന്നുള്ളത് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റൂളിംഗ് ഗ്രേഡിയന്റ് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. 1/130 എന്ന് പറയുമ്പോൾ 1/130 അത് ഏകദേശം എത്ര വരും, 0.00769 എന്ന് വരും. ഇതിനെ
പെർസെൻറ്റേജിലേക്ക് ആക്കുമ്പോഴാണ് 0.769% എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. അതാണ് റൂളിംഗ് ഗ്രേഡിയൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അലോവബിൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഈ റൂളിംഗ് ഗ്രേഡ് കോമ്പൻസേഷൻ എത്രയാണോ വന്നത് അത് കുറച്ചാലേ നമുക്ക് അലോവബിൾ ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ കാൽക്കുലേഷനാണ് ഇവിടെ നോക്കിയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് കിട്ടിയ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം, ഇത് സബ്ട്രാക്ട് ചെയ്തതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയത് സ്വാഭാവികമായിട്ടും പെർസെൻറ്റേജിലാണ്, കാരണം ബാക്കി എല്ലാതും പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് 649 എന്നുള്ള പെർസെൻറ്റേജ് എന്നുള്ള ഉത്തരം കിട്ടി. പക്ഷെ നമ്മളിത് എന്തിൽ കൊടുക്കണം? ഈ നമുക്ക് ഇവിടെ തന്നത് കണ്ടില്ല, ദ റൂളിംഗ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് വൈസ് തന്നത് 1/130 എന്നുള്ളതാണ്. ആ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ കാണുക എന്നുള്ളത് നോക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടിയത് പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇതിനെ ന്യൂമറിക്കലിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ചെയ്യേണ്ടി വരും. ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 0.00649 എന്നുള്ളത് വരും. ഇതിനെ എന്ത് ചെയ്യണം? 1നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0.649 ചെയ്യാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 144.08 സംതിങ് അങ്ങനെ എന്തൊക്കെയോ വരും. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതുന്നത്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാനുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് തന്നതെന്നുള്ളതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഇനി അടുത്ത ഇത് നോക്കാം. ഇനി വരുന്നത് മൊഡ്യൂൾ 4-ലെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ബി ക്വസ്റ്റ്യനും പിന്നെ 18A ഇങ്ങനെ 2 ക്വസ്റ്റ്യനാണ് മൊഡ്യൂൾ 4-ൽ പാർട്ട് ബിയിൽ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ കമ്പോണന്റ് പാർട്ട് ഓഫ് ദ റെയിൽവേ ട്രാക്ക്? എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ആൻഡ് റിക്വയർമെന്റ് ഓഫ് എ സ്ലീപ്പർ. ഈ 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു റെയിൽവേ ട്രാക്കിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു നല്ലൊരു സ്ലീപ്പറിന്റെ ഫംഗ്ഷൻ എന്താണ്, റിക്വയർമെന്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ ട്രാക്ക് ഈസ് ഓൾസോ കോൾഡ് പെർമനന്റ് വേ ആൻഡ് ഹാസ് 3 മെയിൻ പാർട്സ്. അത് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് വരുന്നത് റെയിലാണ്, സ്ലീപ്പറാണ്, ബലാസ്റ്റ് ആണ്. ഒരു റെയിൽവേ ട്രാക്കിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണ് പറയുന്നത്. റെയിൽസ്, സ്ലീപ്പേഴ്സ്, ബലാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് റെയിൽസ്, ഇതിന്റെ ഒക്കെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതും കൂടി നമുക്ക് നോക്കണം. Rails are joined in a series by a fish plates and bolts and then fixed to the sleeper by different type of fastening എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വെച്ചിരുന്നപ്പോൾ ഒരു റെയിൽവേ ട്രാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്ലീപ്പറിന്റെ മേലെ ഒരു ട്രാക്ക് ഫിക്സ് ചെയ്യുമ്പോൾ ട്രാക്കിന്റെ എല്ലാ സ്ലീപ്പറിന്റെ മേലെയും അതൊരു ഫിഷ് ബോൾട്ട്, അതൊരു തരത്തിലുള്ള ഫിഷ് പ്ലേറ്റ് ആൻഡ് ബോൾട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ്. അത് നമ്മൾ ഈ സ്റ്റീൽ സ്ട്രക്ചർ, ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചറിലൊക്കെ നമ്മൾ ചിലപ്പോൾ പഠിക്കുന്നതാണത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഓരോ സ്ലീപ്പറിന്റെ മേലെയും ആ ട്രാക്ക് ഫിക്സ് ചെയ്തിട്ടാണ് പോവാറ്. അങ്ങനെ ഒരു ബോൾട്ട് വെച്ചിട്ട് ടൈറ്റൻ ചെയ്തിട്ടാണ് നമ്മൾ പോവാറ്. പിന്നെ റെയിലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിറ്റ് വീൽ ലോഡ് ടു ദ സ്ലീപ്പേഴ്സ് എന്നാണ്. അതായത് ആ ട്രെയിന്, അതായത് ആ ട്രാക്കിന്റെ മേലെ കൂടെ പോകുന്ന ട്രെയിനിന്റെ എല്ലാ വെയിറ്റും എല്ലാ ലോഡും സ്ലീപ്പറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രാക്കിന്റെ പ്രഥമമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഏതൊരു സ്ട്രക്ചറിന്റെയും അല്ലെങ്കിൽ ഏതൊരു ഇതിലേക്കും വരുമ്പോൾ ഈ ലോഡ് ട്രാൻസ്ഫറിങ് ആണ് ബേസിക് ആയിട്ട് നടക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ റോഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും റോഡിൽ വരുന്ന സബ് ഗ്രേഡ്, ബേസ് ഗ്രേഡ്, സബ് ബേസ് ലെവലുകൾ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോ ലെവലിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നടക്കുന്നത്. റെയിൽവേ ട്രാക്കിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ലോഡ് ബെയർ ചെയ്യുന്നത് റെയിൽവേ ട്രാക്കാണ്. ആ റെയിൽവേ ട്രാക്കിൽ വരുന്ന എല്ലാ ലോഡുകളും ആ റെയിൽ ട്രാക്ക് സ്ലീപ്പറിലേക്ക് കൊടുക്കും. സ്ലീപ്പറിലേക്ക് വരുന്ന ലോഡുകളെല്ലാതും കൂടി ബലാസ്റ്റിലേക്ക് പോകും. ഇങ്ങനെ 3 എണ്ണം കൂടി ഒരുമിച്ച് ആണ് ഇതിന്റെ ഒരു ലോഡ് താങ്ങി നിർത്തുന്നത് എന്നുള്ളതാണ്. ആദ്യം അതിലേക്ക് വരുന്നു. പിന്നെ സ്ലീപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി സ്പേസ്ഡ്, റെസ്റ്റ് ഓൺ ദ ബലാസ്റ്റ് വിച്ച് റെസ്റ്റ് ഓൺ ദ സബ്ഗ്രേഡ്, ഹോൾഡ് ദ റെയിൽ ഇൻ പ്രോപ്പർ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രോപ്പർ ടിൽറ്റ്, ഗേജ് ആൻഡ് ലെവൽ, ട്രാൻസ്മിറ്റ് ലോഡ് ഫ്രം ദ റെയിൽ ടു ദ ബലാസ്റ്റ്. ഈ സ്ലീപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു പാർട്ടാണ്.
അത് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രോപ്പർലി സ്പേസ്ഡ് ആയിരിക്കണം. സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം റെയിൽവേ ട്രാക്കിന്റെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ സ്ലീപ്പർ വെച്ചിട്ടുണ്ടാവുക. ഈ സ്ലീപ്പറിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എത്രയാണെന്നുള്ളതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. സപ്പോസ് അത് കാണുന്നില്ല അല്ലെങ്കിൽ അത് കറക്റ്റ് അല്ല, അണീവൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഇവിടെ വരുന്നത് ഒരു 30 സെന്റിമീറ്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് മറ്റിടത്തേക്ക് വരുമ്പോൾ ഒരു 60 സെന്റിമീറ്ററിലാണ് വെച്ചതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ഈ ഒരു ട്രാക്കിന്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനിൽ വരുന്ന ലോഡ് കൊണ്ട് ആ ട്രാക്കിന് ബെൻഡ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു ട്രാക്കിന് ഒരു ബെൻഡ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ മാത്രം ഒരു ട്രാക്കിന് ആ ഒരു ട്രാക്കിന്റെ ആ ഒരു പൊസിഷന് മാത്രമാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്, ഒരു ബെൻഡ് സംഭവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫാസ്റ്റ് മൂവിങ് ട്രെയിനുകൾ വരുമ്പോൾ അവിടെ ഒരു ഹമ്പായിട്ടാണ് ഫീൽ ചെയ്യുക. അതായത് ഭയങ്കര ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഭയങ്കര ഡിസ്കംഫോർട്ട് ഉണ്ടാവും. ഡിസ്കംഫോർട്ട് മാത്രമല്ല, ഈ ഒരു കോണിങ് നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ ഫ്ലാഞ്ചസ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇറക്കുന്നത് എന്നുള്ളത്. റിയൽ ലൈഫിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിയർലി 1 ഇഞ്ച് അത്രയൊക്കെ ഒരു താഴ്ചയിലുണ്ടാവുള്ളൂ. ഈ ഒരു ചാട്ടം കൊണ്ട് തന്നെ ചിലപ്പോൾ അത് പുറത്തേക്ക് തള്ളും. പുറത്തേക്ക് തള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡീറെയിലിംഗ് സംഭവിക്കും, ആക്സിഡൻസ് ഉണ്ടാവും. അപ്പൊ അതില്ലാതാക്കാനും എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ലീപ്പറുകളിൽ വരുന്ന ഗ്യാപ്പുകൾ, ആ പൊസിഷനിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. പിന്നെ വരുന്നതാണ് ബലാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ഓവർ ദ ഫോർമേഷൻ ആൻഡ് ഹോൾഡ്സ് ദ സ്ലീപ്പർ ഇൻ പൊസിഷൻ എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു സ്ലീപ്പറിലേക്ക് വരുന്ന എല്ലാ ലോഡുകളും പിന്നെ അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത് ബലാസ്റ്റിലേക്കാണ് ആ ഒരു ഇത് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്ത് സംഭവിക്കും, ആ സ്ലീപ്പർ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിർത്താനും എന്ത് സഹായിക്കുന്നുണ്ട്, ബലാസ്റ്റ് സഹായിക്കുന്നുണ്ട്. ബലാസ്റ്റിന്റെ മേലെയാണല്ലോ ഈ സ്ലീപ്പർ വെക്കുന്നുള്ളത്, അവിടെ കറക്റ്റ് ആയിട്ട് പൊസിഷനിൽ നിർത്താനും അത് സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അതിന്റെ ഒരു ടു ബെയർ ദ സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദ ഹെവി വെർട്ടിക്കൽ ലോഡ് ആൻഡ് ലാറ്ററൽ ആൻഡ് ബ്രേക്കിംഗ് ഫോഴ്സസ് ആൻഡ് ദെൻ തെർമൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. ബലാസ്റ്റിന്റെ വേറൊരു ഇതാണ് പറയുന്നത്, ടു ബെയർ ദ സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു ഹെവി വെർട്ടിക്കൽ ലോഡ്. സ്വാഭാവികമായിട്ടും ട്രെയിന് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന അതിൽ വരുന്ന ഹെവി വെർട്ടിക്കൽ ലോഡ്, ലാറ്ററൽ ലോഡുകൾ ഉണ്ടാവും. ലാറ്ററൽ ലോഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കേവ് വളയുമ്പോൾ അല്ലെങ്കിൽ ഒരു വളവ് വളയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൊമെന്റിലാവും എന്ത് സംഭവിക്കുക, ലാറ്ററൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ലാറ്ററൽ ആയിട്ടുള്ള ഫോഴ്സുകൾ സംഭവിക്കുക. അപ്പൊ അതിനെ പോലും നിയന്ത്രിക്കാനും അതിനെപ്പോലും എന്ത് ചെയ്യാൻ, അക്കോമഡേറ്റ് ചെയ്യാനും ഇതിന് പറ്റും. പിന്നെ ബ്രേക്കിംഗ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ട്രെയിൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ആ ഒരു ട്രാക്കിന്റെ മേലെ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം കൂടുതലാണ്. ആ ഒരു സ്ട്രെസ്സിനെ കൂടി കോമ്പൻസേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെയൊക്കെ ഡിസൈൻ നടത്തിയിട്ടുണ്ടാവണം. പിന്നെ തെർമൽ സ്ട്രെസ്സുകൾ എന്ന് പറയും. സ്വാഭാവികമായിട്ടും സ്റ്റീൽ സ്ട്രക്ചറുകൾ എല്ലാതും നമുക്കറിയാവുന്ന പോലെ തന്നെ തെർമലി ഒരു എക്സ്പാൻഷൻ സംഭവിക്കും. എന്താണെന്നുണ്ടെങ്കിൽ ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ സംഭവിക്കും. ആ എക്സ്പാൻഷൻ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സുകൾ, അതായത് ഇത് കറക്റ്റ് ആയിട്ട് ഫാസ്റ്റൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വരുന്ന ഒരു തെർമൽ എക്സ്പാൻഷന് അല്ലെങ്കിൽ ഒരു ഫ്രീ മൂവ്മെന്റ് സംഭവിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്റ്റീൽ സ്ട്രക്ചർ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏതൊരു സ്ഥലത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാം. പക്ഷെ വൺസ് ഇറ്റ് ഈസ് ഫിക്സ്ഡ്, ഒരു കറക്റ്റ് ഒരു പോയിന്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല, ഒരു മോഷൻ അല്ലെങ്കിൽ അതിന് വരുന്ന ആ ഒരു എക്സ്പാൻഷൻ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തരത്തിൽ സ്ട്രെസ് ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ രൂപപ്പെടുക. അല്ലെങ്കിൽ എവിടെയാണോ അത് ഫിക്സ് ചെയ്ത് വെച്ചത് ആ ഫിക്സ് ചെയ്ത പോയിന്റിലേക്ക് ആ ഒരു ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുന്ന സ്ട്രെസ്സുകളെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവേണ്ടത്. പിന്നെ വരുന്നതാണ് ടു പ്രൊവൈഡ് എ ഹാർഡ് ആൻഡ് സ്മൂത്ത് സർഫസ് വിത്ത് മിനിമം ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റീൽ റെയിൽ ആൻഡ് സ്റ്റീൽ വീൽ എന്ന് പറയുന്നത്. റെയിൽവേ ട്രാക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഏറ്റവും ഹാർഡും എന്നാൽ സ്മൂത്തും ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കണം വെച്ചിട്ടുള്ളത്. ഇവിടെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഫ്രിക്ഷൻ ആണ്. ഈ മിനിമം ഫ്രിക്ഷൻ ആണ് നമ്മൾ എന്തായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനും, അതായത് ലെസ് എക്സ്പെൻസിൽ. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു ട്രെയിനിൻ്റെ
ടയറുകളെല്ലാം നമ്മൾ റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇതുപോലുള്ള ഒരു റോട്ടിലൂടെയാണ് ഓടിച്ച് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടയറിലുണ്ടാവുന്ന ഫ്രിക്ഷത്തിനെ ഓവർകം ചെയ്യാൻ മാത്രം ചിലപ്പോൾ എത്രത്തോളം ഫ്യൂല് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അത്രയും അധികം ഇതിൽ ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ട്രാൻസ്പോർട്ടേഷനിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അത് നല്ല രീതിയിലും പറയാം, മോശം രീതിയിലും പറയാം. ഇൻ കേസ് ഓഫ് ഒരു ബ്രേക്കിംഗ് ആക്ഷൻ ഒക്കെ വരുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു നല്ല രീതിയിലുള്ളൊരു ഇതായിട്ട് വരുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹില്ലി ഏരിയകളിൽ ട്രെയിൻ ഉണ്ട് ചില ഏരിയകളിലൊക്കെ. ഇപ്പം നമ്മളൊക്കെ ചോദിക്കേണ്ട ഊട്ടിയിൽ ട്രെയിൻ ഇല്ല എന്നുള്ളത്. ഊട്ടിയിലുള്ള ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആ ഹൈറ്റിൽ നിരപ്പിലാണ് ഓടുന്നത്. ഒരിക്കലും ചെറിയൊരു ഹൈറ്റിൽ നിന്ന് വലിയൊരു ഹൈറ്റിലേക്ക് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റ് ഡിഫറൻസിൽ ഒരു ട്രെയിനിന് കയറി പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിനിമം ഫ്രിക്ഷനിൽ വെച്ചിട്ടാണ്. നമുക്ക് വേണ്ടത് മിനിമം ഫ്രിക്ഷനാണ്. ആ വഴി നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഒരു ലോഡ് അധികം ആൾക്കാരെ നമ്മൾ ഇതാക്കാൻ പറ്റുന്നുണ്ട്. ഈ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷനിലും മിനിമം ഫ്രിക്ഷനാണ് നമ്മൾ കൂടുതലായിട്ട് അക്കോമഡേറ്റ് ചെയ്യാറ്. ഇപ്പം നമ്മൾക്ക് അറിയാം, ഇപ്പം ജപ്പാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ബുള്ളറ്റ് ട്രെയിനുകളിൽ മാഗ്നറ്റിക് ലെവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി അവർ യൂസ് ചെയ്യാറുണ്ട്. മാഗ്നറ്റിക് ലെവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റീൽ ട്രെയിനും അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീലും ആക്സിലും നമ്മളുടെ ഈ ഒരു റെയിൽവേ ട്രാക്കും തമ്മിൽ എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും മിനിമം ഫ്രിക്ഷൻ ആണെന്നുണ്ടെങ്കിലും നോ ഫ്രിക്ഷൻ ആവുന്നില്ല സ്വാഭാവികമായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു സാധനം കൂടി വരുന്നുണ്ട്, എയർ ഫ്രിക്ഷൻ വരുന്നുണ്ട്. എയർ നല്ല രീതിയിൽ ഇതിനെ ഫ്രിക്ഷനിൽ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മളെ റെയിൽവേയിലുള്ളത്. അപ്പോൾ അവിടെ ഉള്ള ഒരു മാഗ്നറ്റിക് ലെവേഷൻ വരുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് സംഭവിക്കും, ഈ ട്രെയിൻ എന്ന് പറയുന്നത് ടോട്ടലി എയറിലേക്ക് ലിഫ്റ്റ് ചെയ്ത് വെക്കുക ചെയ്യുക മാഗ്നറ്റ് കൊണ്ട് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കൂടിയിട്ട് ആ ട്രാക്കും ആ വണ്ടീൻ്റെ വീലും തമ്മിലുണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ അവിടെ എലിമിനേറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി എന്താണ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അതായിട്ട് പോകും. അപ്പോൾ അവർ ഉദ്ദേശിച്ചത് ആ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു, കുറച്ചും കൂടി സ്പീഡ് കൂട്ടാൻ, വണ്ടീൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ, വണ്ടി ഏറ്റവും വേഗതയിൽ എത്തിക്കാനാണ് അവർ നോക്കിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നിട്ടുള്ള ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന ടെസ്ലൈൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാക്വം ട്യൂബുകളാണ് ഉണ്ടാക്കുന്നത്. വാക്വം ട്യൂബുകളിലൂടെ ഓടുന്ന സാധനത്തിന് എന്ത് സംഭവിക്കില്ല, എയർ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. സെയിം അവിടെ മാഗ്നറ്റിക് എലവേഷനും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നില്ല, അവിടെ എയർ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നില്ല, പിന്നെ ആ വീലും ട്രാക്കും തമ്മിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ആ വണ്ടി പോകാൻ ഒരു ഐഡിൽ സ്റ്റേറ്റിലാണ് ആ വണ്ടി പോകുന്നത്. ഒരു സ്പേസിൽ ഉണ്ടാവുന്ന കണ്ടീഷൻ എന്താണോ അതേ സ്റ്റേറ്റിലാണ് ഇവിടെ ഉള്ളത്. എയർ ഇല്ല, കോണ്ടാക്ട് വരുന്ന ഫ്രിക്ഷൻ ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഫ്രീ മൂവ്മെന്റ്. എങ്ങനെയാണോ ഒരു സാറ്റലൈറ്റ് നമ്മളുടെ ഓർബിറ്റിൽ ചുറ്റുന്നത് അതുപോലെ തന്നെയാണ് അത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഹൈ സ്പീഡ് വേണമെന്നുണ്ടെങ്കിലും അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ടു ട്രാൻസ്മിറ്റ് ദ ലോഡ് ടു ദ സ്ലീപ്പർ ആൻഡ് കോൺസിക്വൻ്റ്ലി റെഡ്യൂസ് ദ പ്രഷർ ഓൺ ദ ബലാസ്റ്റ് ആൻഡ് ദ ഫോർമേഷൻ ബിലോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ the rail material used is such that it gives the minimum wear and tear to avoid the replacement charge and failure of the rails due to wear. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു റെയിൽ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 100 മീറ്ററിൽ ചിലപ്പോൾ ഒരു 200 എന്തുണ്ടാവും, സ്ലീപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 100 മീറ്റർ ട്രാക്കിൻ്റെ ഇടയിൽ ഒരു 200 സ്ലീപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ 200 അല്ല അതിൽ കൂടുതൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ 200 സ്ലീപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ലീപ്പർ ആ ഒരു ട്രാക്കിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കാൻ ഒരു ബോൾട്ട്, ഒരു ഫിഷ് പ്ലേറ്റ്, അങ്ങനെയുള്ള പല സാധനങ്ങൾ വെച്ചിട്ട് ഒരു എന്താ പറയുക, നമുക്ക് സ്ക്രൂ അഴിക്കുന്ന പോലെ അഴിച്ചെടുക്കാനോ പറ്റുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഫിക്സഡ് ആയിട്ടുള്ള ബോൾട്ടുകളും ഈ റിവിറ്റ്സ് ഒക്കെ ഉണ്ടാവുക. അതുപോലെയുള്ളതാണ് റിവിറ്റ്സ്, അതാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു ഈസി റീപ്ലേസ്മെന്റിന് സാധ്യമായിട്ടുള്ളതല്ല. അത് ഫിക്സ്ഡ് ആണ്. ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാലം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു 10-20 വർഷത്തേക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാനും വേണ്ടിയിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. 20 വർഷം അല്ലെങ്കിൽ പോലും അതിന് താഴെ. എന്തിരുന്നാൽ പോലും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് മിനിമം വെയർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊരു തേയ്മാനം സംഭവിക്കുകയും, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് ഇതിന് പലതരത്തിലുള്ള ഇത് വരാം.
അതായത് കൊറുഗേറ്റഡ് റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും വരും. ഈ ചൂട് കാരണം റെയിലിന്റെ മേലത്തെ സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 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 ഗ്രൂസുകൾ വരും, അല്ലെങ്കിൽ ഒരു വേവ് ചെയ്തായിട്ടുള്ള വരും. അത് ഒരിക്കലും എന്ത് സംഭവിക്കുമല്ലോ, നല്ല രീതിയിലായിരിക്കില്ല അത് ആ മറ്റേ വണ്ടിക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ യൂസ് ചെയ്ത മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി ഇതിന് വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ആ ഇത് റീപ്ലേസ് ചെയ്തേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറൊരു വഴിയും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, കൂടുതലായിട്ടുള്ള കോസ്റ്റ് വരും. മെയിൻ്റനൻസ് കോസ്റ്റുകൾ, അല്ലാതെ വരുന്ന കോസ്റ്റുകൾ എല്ലാതും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റീലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഫങ്ഷൻ ഓഫ് സ്ലീപ്പേഴ്സ് എന്നുള്ളതാണ്. എന്താണ് സ്ലീപ്പറിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ടു ഹോൾഡ് ദ റെയിൽ ഇൻ പ്രോപ്പർ ഗേജ് എന്നുള്ളതാണ്. പ്രോപ്പർ ഗേജ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമുക്കറിയാം, ഇപ്പം നമ്മൾ ബ്രോഡ് ഗേജുകളുണ്ട്, മീഡിയം ഗേജുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. ഇപ്പോൾ ഒരു രണ്ട് ട്രാക്കിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചാൽ മാത്രമേ ഒരു ട്രെയിനിന് അതിലെ കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാക്ക് ഒരു റോഡ് പോലെയല്ല പോകുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ട്രാക്കിന്റെ മേലെ കൂടെ ആകുമ്പോൾ അതിന്റെ മേലെ ഫിക്സ്ഡ് ആയിരിക്കണം. വൺസ് ഈ ഒരു ഇതിൽ വരുന്ന മെഷർമെന്റിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള പല സ്ട്രെസ്സുകളും ഇതിലേക്ക്, അതായത് ചെറിയ രീതിയിലുള്ള ഡീവിയേഷൻ ആണ് ഞാൻ പറയുന്നത്, ചെറിയ ഡീവിയേഷൻ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആക്സിലിന്റെ മേലെ, ട്രെയിനിന്റെ ആക്സിലിന്റെ മേലെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. കാരണം ആ ഒരു ഫ്ലാഞ്ചസിൽ തട്ടിയിട്ട് ഇതിങ്ങനെ വലിയാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാക്കും. ആ ഒരു ചേഞ്ച് ഗ്രാജുവലി ഹൈ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഫ്ലാഞ്ച് പൊട്ടും, ഡീറെയിലിംഗ് സംഭവിക്കും, അപകടം സംഭവിക്കും. അപ്പം നമുക്ക് ഒരു റെയിൽവേ ട്രാക്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റേബിളും റിജിഡും ആയിട്ടായിരിക്കണം ഇത് വെക്കാൻ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഷ് പ്ലേറ്റുകളും ബോൾട്ടുകളും വെച്ചിട്ട് ഫാസ്റ്റൻ ചെയ്യുന്നത്, ടൈറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതിന് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 100 മീറ്ററിൻ്റെ ഇടയിൽ ഒരു 250-300 സ്ലീപ്പറുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഓരോ സ്ലീപ്പറിൻ്റെ മേലെ 2-3 ബോൾട്ട് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അത്രയും സ്റ്റേബിൾ ആയിരിക്കും. കാരണം ഒരു ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 150 ടണ്ണിൻ്റെ ഒരു മൂവിങ് വെയിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു 200 ടണ്ണിൻ്റെ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 90 km/h അല്ലെങ്കിൽ ഒരു 110 km/h ആ ട്രെയിൻ സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവിങ് ലോഡ് ഇതിൽ കൊടുക്കുന്ന സ്ട്രെസ്സുകളും ഫോഴ്സുകളും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും. അപ്പം നമ്മൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനേക്കാൾ, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റുകൾ ഉണ്ടാവും, ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു ഇരട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി വെച്ചിട്ടും കൂടി വേണം നമുക്കിത് ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ അത്രയും സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോപ്പർ ഗേജ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീപ്പർ നമ്മളെ സഹായിക്കും. പിന്നെ ടു ട്രാൻസ്ഫർ ദ ലോഡ്സ് ഫ്രം ദ റെയിൽ ടു ദ ബലാസ്റ്റ്. സ്വാഭാവികമായിട്ടും ഈ റെയിലും ബലാസ്റ്റിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് തന്നെയാണ് ആര് വരുന്നത്, സ്ലീപ്പർ വരുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ സ്ലീപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് റെയിലിൽ നിന്ന് വരുന്ന വെയിറ്റുകൾ എത്രയാണോ അത് ബലാസ്റ്റിലേക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് അതിൽ നിൽക്കുന്നത്. പിന്നെ വരുന്നതാണ് ടു സപ്പോർട്ട് ആൻഡ് ഫിക്സ് ദ റെയിൽ ഇൻ പ്രോപ്പർ പൊസിഷൻ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെയിലിനെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വെക്കാൻ, സപ്പോർട്ട് ചെയ്യാനും ഫിക്സ് ചെയ്യാനും. ഇതിന് കൊടുക്കുന്ന വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് അധികം തന്നെയാണ്. അതായത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സ്ലീപ്പറാണ് സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന വെയിറ്റ്, ആ റെയിൽവേ ട്രാക്കിൽ വരുന്ന വെയിറ്റ് കംപ്ലീറ്റ് എടുക്കുന്നത്. റെയിൽ ട്രാക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിധിയിലപ്പുറം വെയിറ്റ് എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു പീസാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ ഈ മറ്റേ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ ബീംസും കോളംസും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു കോളം
വരുന്ന ഇവിടെ വരുന്ന ഒരു വെയിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു ലിമിറ്റിനപ്പുറം കൂടാൻ പാടില്ല. കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാന്റിലിവർ ബീം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫെയിലിയർ സംഭവിക്കും. ബെൻഡിങ് മൊമെന്റ് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ ഒരു ബീം കോളം സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നത്, റെയിൽവേ ട്രാക്കുകളിൽ കാണാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രാക്കിൽ ഈ സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത് ബീമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് റെയിൽ എന്ന് പറയുന്നത് കോളമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോളത്തിന്റെ ഈ എലോങ്ങേഷൻ കാരണം കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഗ്യാപ്പുകളിൽ നമ്മൾ സ്ലീപ്പർ കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അതിന് കിട്ടുള്ളൂ. അപ്പോൾ അതിനെ പറയുന്നതാണ് എന്ത്, ടു സപ്പോർട്ട് ആൻഡ് ഫിക്സ് എന്നുള്ള അതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പറയുന്നത് ടു കീപ് ദ റെയിൽ അറ്റ് പ്രോപ്പർ ലെവൽ ഇൻ സ്ട്രേറ്റ് ട്രാക്ക് സാൻഡ് അറ്റ് പ്രോപ്പർ സൂപ്പർ എലിവേഷൻ ഓൺ ദ കർവ് എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രോപ്പർ ലെവൽ ചെയ്യാൻ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. നമ്മളുടെ ഇന്നത്തെ ഇവിടെ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലോക്കൽ റോഡുകളാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷനിൽ വരുന്ന ചെറിയ ബെൻഡുകൾ, ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് പോലും ആ റോഡിനെ ബാധിക്കുന്നുണ്ട്. റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിയിലപ്പുറം നമ്മൾ അതിനെ അലൈൻമെന്റ് ചെയ്യുമ്പോൾ ഒരു പരിധിയിലപ്പുറം അത് സ്ട്രൈറ്റ് ആക്കാൻ നോക്കാറില്ല. ഒബ്വിയസ്ലി നമ്മളത് ഹൈവേസിലും നാഷണൽ ഹൈവേസിലും സ്റ്റേറ്റ് ഹൈവേസിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അല്ലാതെ ചെറിയ ചെറിയ റോഡുകളിലൊന്നും ഒരു പരിധിയിലപ്പുറം നമ്മൾ അതിനെ അലൈൻമെന്റ് ചെയ്യാറില്ല. സ്വാഭാവികമായിട്ടും എക്കണോമിക് ഫാക്ടേഴ്സ് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞ ഒരു മിനിമം ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഗ്രേഡിയന്റിൽ വല്ലാതെ വ്യത്യാസം വരാൻ പാടില്ല. സ്വാഭാവികമായിട്ടും ആ ഗ്രേഡിയന്റ് ഈക്വൽ ആയിട്ട് ഒരു ഒറ്റ ലെവലിൽ പിടിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ ഒരു റെയിലിനെ ഒരു പ്രോപ്പർ ലെവലിൽ നിർത്താൻ വേണ്ടിയിട്ടും ഈ ട്രാക്ക് സഹായിക്കുന്നുണ്ട്, സ്ലീപ്പർ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിടുന്ന ബലാസ്റ്റുകളിൽ പോലും പലതരത്തിലുള്ള അണ്ടുലേഷൻസ് വരാറുണ്ട്. വരാൻ പാടില്ലാത്തതാണ്, വരാറില്ല. അത് റെക്ടിഫൈ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഇടുന്ന സമയത്താണെങ്കിൽ പോലും ഒരു നമ്മൾ ഇടുന്ന ബലാസ്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ഒരു ഒറ്റ അലൈൻമെന്റിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഒറ്റ സർഫസ് ആയിട്ട് സ്മൂത്ത് സർഫസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വൺസ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സാൻഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫൈൻ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ പറ്റും. പക്ഷെ സ്വാഭാവികമായിട്ടും പല ഷേപ്പിലുള്ള, പല എലോങ്ങേഷൻ, പല രീതിയിലുള്ള ഒരു കല്ലുകൾ എങ്ങനെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്മൂത്ത് സർഫസ് ആക്കാൻ പറ്റില്ല നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കല്ലുകൾക്കിടയിൽ വോയിഡുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അതിൻ്റെ ഇടയിലുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ ഷേപ്പിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ അലൈൻമെൻറ്റ് മാത്രമാണ് ആ ഒരു കല്ലുകൾക്കിടയിൽ ഇൻ്റർലോക്കിംഗ് എന്ന് പറയുന്ന രീതിയിൽ നടക്കാറുള്ളൂ. സ്റ്റിൽ അതിൻ്റെ ഇടയിൽ വോയിഡ്സുകൾ ഉണ്ടാവും. വോയിഡ്സുകൾ മാക്സിമം ഫില്ല് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും വോയിഡ്സുകൾ ഉണ്ടാവും. അപ്പോൾ ആ വോയിഡ്സ് കാരണം തന്നെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഫിനിഷ് കിട്ടാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മാക്സിമം നമുക്ക് എത്രത്തോളം ലെവലാക്കാൻ പറ്റുമോ അത്രത്തോളം ലെവലാക്കിയിട്ട് പിന്നെ ആ ഒരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ എന്ത് യൂസ് ചെയ്യാറ്, നമ്മൾ റെയിൽ യൂസ് ചെയ്യാറ്. പിന്നെ ഇതിൽ പറയുന്നതാണ് ടു പ്രൊവൈഡ് ദ എലാസ്റ്റിക് മീഡിയം ബിറ്റ്വീൻ ദ റെയിൽ ആൻഡ് ദ ബലാസ്റ്റിക്. പിന്നെ പറയുന്നത് ടു പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ടു ദ പെർമനന്റ് വേ ഓഫ് ദ ഹോൾ. അതായത് ഈ ഒരു പെർമനന്റ് വേ നമ്മൾ റോഡിൽ പഠിച്ച പോലെ തന്നെ ഈ ഒരു പെർമനന്റ് വേ ഇതായിട്ട് പെർമനന്റ് വേ ആയിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മളുടെ സ്ലീപ്പർ സഹായിക്കുന്നുണ്ട്. ഇനി പറയുന്നതാണ് റിക്വയർമെന്റ് ഓഫ് എ ഗുഡ് സ്ലീപ്പർ എന്ന് പറയുന്നത്. എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഇതിനുള്ളത്, എന്തൊക്കെയാണ് ഇതിന്റെ റിക്വയർമെന്റ്സ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിൽ പറയുന്നത് ദ സ്ലീപ്പേഴ്സ് ഷുഡ് ബി സഫിഷ്യൻറ്റ്ലി സ്ട്രോങ് ആസ് ടു ആക്ട് ആസ് എ ബീം അണ്ടർ ലോഡ്. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ, ഒരു ബീമായിട്ടാണ് ഒരു സ്ലീപ്പർ ആക്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മളുടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇന്ന് ഏത് ഒരു ബിൽഡിങ്ങിൽ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോളത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബീമിനെ പോലെ തന്നെയാണ് ഇതിനിതാക്കുന്നത്. ഒരു എലോങ്ങേറ്റഡ് ആയിട്ട് ലോങ് ആയിട്ട് റണ്ണായി പോകുന്ന, പാരലലി റണ്ണായിട്ട് പോകുന്ന രണ്ട് കോളത്തിന് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ബീമുകളാണ് എന്ത് സ്ലീപ്പർ എന്ന് പറയുന്നത്. സ്ലീപ്പർ എന്ന് പറയുന്നത് സഫീഷ്യൻറ്റ്ലി സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് മിക്സുകൾ നമുക്കറിയാം, M40, M30, M35 അങ്ങനെ പല ഗ്രേഡുകളുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റുകളിൽ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ആയിക്കോട്ടെ, യൂസ് ചെയ്യുന്ന സിമെന്റ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഗ്രേഡ് എന്ന് പറയുന്നത് ഹൈ ഗ്രേഡാണ്. അതിൻ്റെ ഒരു മിക്സ് ഡിസൈൻ എന്ന് പറയുന്നതും ഹൈ ആയിരിക്കും.
സേ ഫോർ ഒരു M55 ഒക്കെ ലോഡ് ഡിസൈനൊക്കെ വെച്ചിട്ടാവും ചില സ്ലീപ്പേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ ഇത്രയും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 200 ടണ്ണ് ഒരു 110 km/h മൂവ് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് മൂവിങ് ലോഡിനെ താങ്ങാൻ പറ്റുന്ന ഒരു ബീം എന്ന് പറയുന്നത് ഇതിൽ ക്രാക്ക് വരാൻ പാടില്ല. അത് വേറെ പോയിന്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മളുടെയൊക്കെ വീട്ടിൽ ഒരു M25 ഗ്രേഡിലൊക്കെ അവൻ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിലൊക്കെ ക്രാക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫെയിലിയർ ആയി എന്നുള്ളതാണ്. സ്റ്റിൽ അതിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റിന് സബ്ജക്റ്റ് ചെയ്യുന്നില്ല. സ്റ്റിൽ പക്കയായിട്ട് വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും വലിയ രീതിയിൽ എടുക്കാത്ത രീതിയിലാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു ഡെഡ് ലോഡും പിന്നെ ലൈവ് ലോഡും പിന്നെ വരുന്ന ചെറിയൊരു വിൻഡ് ലോഡും ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ നേരെ മറിച്ചിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന വൈബ്രേഷൻ ഹൈ ആണ്, ഇതിൽ വരുന്ന ഇമ്പാക്റ്റ് ഹൈ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതുകൊണ്ടുണ്ടാവുന്ന സ്ട്രക്ചറൽ ഡാമേജുകൾ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ അതിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പർ ആവണം. സ്ലീപ്പർ ഷുഡ് ബി എക്കണോമിക്കൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 100 മീറ്ററിൽ ഒരു 250-300 സ്ലീപ്പർ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എക്കണോമിക്കൽ ആവണം. അതിൻ്റെ മിസ് ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും സ്ട്രെങ്ത് പോലെ തന്നെ അത് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഏതൊരു സാധനത്തിന് ഡിസൈനിൽ വരുന്ന ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റാണ് സത്യം പറഞ്ഞാൽ ഈ 2 സാധനങ്ങളും. ഒരു സ്ട്രക്ചറൽ കേസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആ സ്ട്രക്ചർ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം എക്കണോമിക്കൽ ആയിരിക്കണം. അവിടെയാണ് ഓരോരുത്തരെ കഴിവ് കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു സ്ലീപ്പർ ഷുഡ് ബി എക്കണോമിക്കൽ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ട് നമുക്ക് എത്ര മെറ്റീരിയൽസ് വേണമെങ്കിലും ഇട്ടിട്ട് എത്ര ഹൈ ക്വാളിറ്റി സാധനങ്ങൾ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അത് എക്കണോമിക്കൽ ആയാൽ മാത്രമേ വലിയൊരു പ്രൊജക്റ്റ് ആയിട്ടുള്ള റെയിൽവേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെന്നറിയാം നമ്മളുടെ ഒരു ഇന്ത്യ ഒട്ടാകെ എത്രത്തോളം ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് ചുറ്റി കിടക്കുന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മളൊരു സ്ലീപ്പർ യൂസ് ചെയ്യുമ്പോൾ ആ സ്ലീപ്പറിൽ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അത് എക്കണോമിക്കൽ ആയാൽ മാത്രമേ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആവുള്ളൂ, അത് റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലൊക്കെ. പിന്നെ ദേ ഷുഡ് മെയിൻറ്റെയിൻ കറക്റ്റ് ഗേജ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്താണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. യൂണിഫോം ആയിട്ടുള്ള സൈസ് ആൻഡ് ഷേപ്പിലുള്ളതാണ്. സ്വാഭാവികമായിട്ടും സ്ലീപ്പറിന്റെ വേറെ കാര്യം, സ്ലീപ്പറിന്റെ ഒരു ഡിസൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒരു ഇത് കാണാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കും അത് ഉണ്ടായിട്ടുണ്ടാവുക. അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡിസൈനും ഇതിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് അതിൻ്റെ ആ ഡിസൈൻ. ഏത് രീതിയിൽ ആ ഒരു വളച്ചിട്ടുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നതാണ് they should provide sufficient bearing area for the rail. അതായത് റെയിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെയറിംഗ് ഏരിയ അത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുകയാണ്. ടോപ്പ് വ്യൂ ആണെന്ന് കൂട്ടുക. ഇതിൽ ആ റെയിൽ വരുമ്പോൾ റെയിലിൻ്റെ ഇത്രത്തോളം ഭാഗം ബെയർ ചെയ്യുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഇത് ചെറിയൊരു തിക്നെസ്സിലേക്കാണ് പോയത് എന്നുണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് ഭാഗം മാത്രമേ എവിടെ സംഭവിക്കുന്നുള്ളൂ, ബെയർ ചെയ്യുന്നുള്ളൂ. സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ലോഡ് ഏതിലേക്ക് ചെല്ലും? കോളം എന്ന് പറയുന്നത് നമ്മുടെ ട്രാക്കിലേക്ക് സംഭവിക്കും. ട്രാക്ക് അപ്പം എന്താവും? ബെൻഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ലോഡ് ബെയറിങ് ഏരിയ കൂടുതൽ കൊടുക്കാനുള്ളതും ഇതാവണം. എന്ന് വെച്ചിട്ട് ഇതിനൊരു ഒപ്റ്റിമം കേസ് ഉണ്ട്. അതായത് ഇത് വല്ലാണ്ട് കൂടാനും പാടില്ല, വല്ലാണ്ട് കുറയാനും പാടില്ല. ആ ഒരു ഒപ്റ്റിമം കേസിൽ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. പിന്നെ വരുന്നത് ദേ ഷുഡ് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ബെയറിംഗ്. പറഞ്ഞല്ലോ, ദ സ്ലീപ്പർ ഷുഡ് ഓൾസോ ഹാവ് സഫിഷ്യൻറ്റ് വെയിറ്റ് ഫോർ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള അതിനൊരു വെയിറ്റ് വേണം. ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു വെയിറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ അറിയാം, നമ്മൾ ഈ ഒരു ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്താലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഇപ്പം നമുക്കറിയാം, നമുക്ക് ചില മെറ്റീരിയലുകൾ, ഗ്ലാസ്, നമ്മളുടെ ഈ ഒരു ഹെലികോപ്റ്ററിനും അല്ലെങ്കിൽ വിമാനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന പോളി കാർബണേറ്റ് ഗ്ലാസ്സുകൾ, അങ്ങനെയാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരു പ്ലാസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് അതിൻ്റെ മേലെ നല്ലൊരു ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളഞ്ഞിട്ട് നേരെ ആയിട്ട് നിന്നോളും. പക്ഷേ ഇങ്ങനത്തെ ഒരു കേസിൽ അവിടെ അത് പ്രാക്ടിക്കലി ഓക്കെയാണ്, അത് ഹൈ സ്ട്രെങ്ത് ആണ് അതിനുള്ളത്, പൊട്ടത്തില്ല. പക്ഷെ എന്ത് സംഭവിക്കും? ഡിഫോർമേഷൻ സംഭവിക്കും. അപ്പം തന്നെ അത് പഴയൊരു ബാക്കിലേക്ക് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ മാറിക്കോളും.
പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഡീഫോർമേഷൻ ഒരു തരത്തിലും കൊടുക്കാൻ ഒരു സാധ്യതയും കൊടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം അത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള സ്റ്റെബിലിറ്റിനെ എഫക്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ഉണ്ടാവണം. ആ വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ആ ഒരു ഹാർഡ്നെസ്, ഒരു റഫ്നെസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ പറയുന്നതാണ് നമ്മൾ റിക്വയർമെന്റ്സ് കഴിഞ്ഞു സ്ലീപ്പറിലേക്കുള്ളത്. പിന്നെ നമ്മൾ പോകുന്നത് എന്താണ്, ഒരു നല്ല ഹാർബറിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അത് 18A എന്നുള്ള പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ പറയുന്ന റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഹാർബർ എന്നുള്ളതാണ്. ദ ഷിപ്പ് ചാനൽ മസ്റ്റ് ഹാവ് എ സഫിഷ്യന്റ് ഡെപ്ത് എന്നുള്ളത്. ഇപ്പൊ ഏതൊരു ഹാർബർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഹാർബർ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ മെയിൻ റീസൺ നമ്മൾ നോക്കണം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷിപ്പുകൾ അക്കോമഡേറ്റ് ചെയ്യാനാണ്. അപ്പോൾ കപ്പൽ ചാലുകൾക്ക് ആ ഒരു കപ്പലിന് വന്നിറങ്ങാൻ പറ്റുന്ന ഒരു ഡെപ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല. അത് പല വണ്ടികളോ അല്ലെങ്കിൽ പല ഷിപ്പുകളെ സംബന്ധിച്ചിടത്തോളം പല ഡെപ്തിലാണ് പോകുന്നത്. അതിന്റെ വെയിറ്റ്, അത് ക്യാരി ചെയ്യുന്ന വെയിറ്റ്, അതിനൊക്കെ സംബന്ധിച്ചിട്ടിരിക്കും. അപ്പോൾ അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സഫിഷ്യന്റ് ഡെപ്ത് അതിനുണ്ടാവണം. പിന്നെ ദ ബോട്ടം ഷുഡ് ബി ഫേർണിഷ്ഡ് പ്രോപ്പർ ടു ആങ്കറേജ് ടു ഹോൾഡ് ദ ഷിപ്പ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. ഏതൊരു ഷിപ്പാണെന്നുണ്ടെങ്കിൽ അത് ബർത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ഒരു സ്റ്റെബിലിറ്റി, അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിക്സ്ഡ് ആങ്കറിങ് പൊസിഷൻ ഉണ്ട്, അതും കൊടുക്കാൻ പറ്റണം. പിന്നെ വരുന്നത് ബ്രേക്ക് വാട്ടർ ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ മോർ സെക്യൂരിറ്റി എന്നുള്ളത്. സപ്പോസ് ഇപ്പോൾ ഇവിടെയാണ് ഹാർബർ എന്നിരിക്കട്ടെ, ഇങ്ങനെയാണ് ഹാർബർ, ഇവിടെ വന്നിട്ടാണ് ഷിപ്പ് ബർത്ത് ചെയ്യുന്നത്. ഒരു ഹാർബർ ഇവിടെയാണ്, ഷിപ്പിന് ബർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മൂറിങ് സ്പോട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും ഷിപ്പ് വന്നിട്ട് എന്ത് ചെയ്യുക, ബർത്ത് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് വരുന്ന കടലിന്റെ ഡയറക്ഷൻ ഇവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ തിരമാലകൾ ഇവിടുന്ന് വരും, കാറ്റ് ഇവിടുന്ന് വരും, അപ്പൊ ഈ പൊസിഷനിലൊക്കെ വരും. അപ്പൊ തിരമാലകൾ കൊണ്ടുണ്ടാവുന്ന ഇതിന് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമാണ്. കാരണം ഇത് ആങ്കറേജിൽ നിർത്തിയിട്ടുണ്ടാവും, ഈ മൂറിംഗ് പോയിന്റിലൊക്കെ ആവും ഇത് റോപ്പ് ഇട്ടിട്ട് നിർത്തിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും കടൽ തിരമാലകളും പിന്നെ ഹൈ ടൈഡ് ലോ ടൈഡ് ഒക്കെ വരുന്ന ടൈമിൽ, ഹൈ ടൈഡ് ലോ ടൈഡ് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യില്ലെങ്കിൽ പോലും ഈ കോൺസ്റ്റന്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന വേവുകൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. സ്വാഭാവികമായിട്ടും ഇത് കെട്ടി നിർത്തിയിട്ടുള്ള റോപ്പുകളെ അതിന്റെ സ്റ്റെബിലിറ്റിക്ക് ബാധിക്കും. അപ്പൊ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പല ഭാഗത്തും ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻസ് കാണാം. ഇപ്പോൾ ദാബോൾ എന്ന് പറയുന്ന മറ്റേ നമ്മളുടെ പല ഹാർബറുകളല്ലാന്നുണ്ടെങ്കിൽ ഷിപ്പ് എവിടെ ബർത്ത് ചെയ്യുന്ന അവിടെയൊക്കെ ഈ ബ്രേക്ക് വാട്ടേഴ്സ് മസ്റ്റാണ്. ഇപ്പൊ നമ്മളുടെ ഗെയിൽ പൈപ്പ് ലൈനിന്റെ RGPPL എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട് മറ്റേ മഹാരാഷ്ട്രയിലുള്ള, അവിടെ ഇതുപോലെ തന്നെയാണ്. ഷിപ്പ് വന്ന് ബർത്ത് ചെയ്യാൻ അതൊരു ഹാർബർ അല്ല, അത് നമ്മളുടെ ഈ ഒരു ഗ്യാസ് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു യൂണിറ്റ് സ്റ്റേഷനാണ്, ഫില്ലിംഗ് യൂണിറ്റ് ആണത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഓരോ ആഴ്ചകൾ കൂടുമ്പോൾ ഓരോ ഷിപ്പുകൾ വരും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ ഒരു ഷിപ്പിന് പോലും ഈ ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചിട്ടുണ്ട്. 2.3 കിലോമീറ്റർ ആണ് ഈ ഒരു ബ്രേക്ക് വാട്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ബ്രേക്ക് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ ആ ഷിപ്പിന്റെ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ആ ഷിപ്പിന്റെ ഒരു ഹെൽത്ത്. കാരണം ഇത് വല്ലാണ്ട് വന്നിട്ട് ക്ലോസ് ആയാലും ഇത് അങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ റോപ്പിലേക്ക് ടെൻഷൻ വരിക. ഇങ്ങോട്ട് അടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹാർബറിന്റെ വാളിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സ്ട്രക്ചറൽ ഡാമേജുകളും സംഭവിക്കും. പിന്നെ വരുന്നത് ഹാർബർ എൻട്രൻസ് ഷുഡ് ബി വൈഡ് ഇനഫ് ടു ഈസി മൂവ്മെന്റ് ഓഫ് ദ ഷിപ്പ്. നാരോ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആവരുത് കൊടുക്കുന്നത്, കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് വേണം കൊടുക്കാൻ. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ ഷിപ്പിന്റെ ഒരു ഈസി മനൂവറിറ്റിക്കും എൻട്രൻസിനും പുറത്തേക്ക് പോകാനും ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി നമ്മൾ 18B പോകുന്നത്. അതിൽ നമ്മൾ കമ്പയർ ചെയ്യാണ് മൗണ്ട് ടൈപ്പ് ബ്രേക്ക് വാട്ടറിനെയും വാൾ ടൈപ്പ് ബ്രേക്ക് വാട്ടറിനെയും. ഇതിന് രണ്ടിനെയും സ്കെച്ചിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഇതാക്കാണ്. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു എന്തിനാണ് ബ്രേക്ക് വാട്ടർ എന്നുള്ളത് പറഞ്ഞു.
സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഷിപ്പുകൾ വന്ന് നിർത്തുന്ന അല്ലെങ്കിൽ ബർത്ത് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ആ വേവ്സ് കാരണം ആ ഷിപ്പിന് എത്രത്തോളം ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നോ ആ ഡിസ്റ്റർബൻസ് അല്ലാതെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് വലിയൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വേവ്സ് ഇതാക്കാനും വേണ്ടിയിട്ട് അത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ നടത്തിയേ പറ്റുള്ളൂ. കാരണം നമ്മളുടെ ഒരു സീൻ്റെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഒരു നോർത്തേൺ സൈഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റഫ് സീ ആണ് അവിടെ വരുന്നത്. മേ ബി ഒരു നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു 3.5 to 4.5 മീറ്റർ ഹൈറ്റിലൊക്കെയാണ് ഏത് വേവ്സുകൾ വരിക. അപ്പോൾ ആ വേവ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിൻ്റെ മൊത്തം സ്റ്റെബിലിറ്റിനെ ബാധിക്കാൻ അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ മാത്രമുള്ള പവർഫുൾ ആയിട്ടുള്ള ഇതാണ്. സ്വാഭാവികമായിട്ടും ഈ ബ്രേക്ക് വാട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ട് മാത്രമേ നമുക്കത് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു റിക്വയർഡ് ഏരിയ അപ്പോൾ സേ ഒരു ഹാർബർ ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഒരു ബ്രേക്ക് വാട്ടർ നമുക്ക് ഒരിക്കലും ഈ ഒരു ലെങ്ത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ബ്രേക്ക് വാട്ടർ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഒരു ലെങ്ത്തിൽ വേണം, എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് അവിടെ ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് തന്നെ പലതരത്തിലുള്ള ബ്രേക്ക് വാട്ടേഴ്സ് ഉണ്ട്. ബ്രേക്ക് വാട്ടർ വേറൊരു കാരണം കൊണ്ട് ഇപ്പം ഞാൻ ഷിപ്പിൻ്റെ ബർത്തിങ്ങിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം കടൽ ഭിത്തികൾ നമ്മൾ കുറേ ഉണ്ടാക്കാറുണ്ടല്ലോ. അതായത് മഴക്കാലത്തൊക്കെ കടലാക്രമണം കൂടുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് ഏരിയകളിൽ അങ്ങനെ കടലാക്രമണം കൂടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ അതിനൊരു ഇതാണ്. പക്ഷെ കടലിനെ നടുക്ക് ഐലൻഡ് ബ്രേക്ക് വാട്ടറിനാണ് ഈ ഷിപ്പ് ബാധകം. ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരയായിട്ടൊരു ബന്ധമില്ല, കടലിന് നടുക്ക് പോയിട്ടാവും ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്യുക. എന്നാൽ ബാക്കി വരുന്ന ഭൂരിഭാഗം ബ്രേക്ക് വാട്ടറിൻ്റെ കൺസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന്, അതായത് കരയിൽ നിന്ന് മണ്ണിട്ട് കല്ലിട്ടിട്ടാണ് നികത്തി പോകാറുള്ളത്. അപ്പം അങ്ങനെ രണ്ടെണ്ണമാണ്. അതിലൊന്ന് വരുന്നത് റബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ വരുന്നുണ്ട്, പിന്നെ വരുന്നത് വാൾ ടൈപ്പാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടറാണ്. യൂസ് സ്ട്രക്ചറൽ വോയിഡ് ടു ഡിസിപ്പേറ്റ് ദ വേവ് എനർജി. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. വോയിഡ് ആയിട്ട് വരുന്ന കുറേ ഏരിയകൾ, അതാണ് വേവ് എനർജീനെ ഡെസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രേക്ക് വാട്ടറിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പറയാം. ഇതാണ് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക് വാട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള കോറുകൾ, ഇത് കോറാണ്, ഇത് അതിന് മേലെ വരുന്ന ലെയർ, ഇത് വരുന്ന ആർമർ, ഇതും ആർമർ തന്നെയാണ്. ഈ ആർമർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ഗ്രേഡിയൻറ്റില്ല. ഇപ്പം ഇവിടെ വരുന്ന ആദ്യം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 ടണ്ണ് മുതൽ 10 ടണ്ണ് വരെയുള്ള കല്ലുകളാവും ഇതിൽ യൂസ് ചെയ്ത്. ഇവിടെ വരുന്നത് 10 to 15 ടണ്ണ് ഉള്ള കല്ലുകളാവും. ഇവിടെ വരുന്നത് 15 to 30 ടണ്ണ് അല്ലെങ്കിൽ 25 ടണ്ണ്. അങ്ങനെ ആ ഒരു എന്താ പറയുക, ആർമറിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഇത് പോകുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക ചെയ്യുന്നത്, ഏറ്റവും ടോപ്പ് ലെവലിൽ ഏറ്റവും വെയിറ്റ് കൂടിയിട്ടുള്ള ആർമറുകളാണ് നമ്മൾ പ്ലേസ് ചെയ്യാറ്. സ്വാഭാവികമായിട്ടും ഈ കല്ലുകൾ മാത്രമല്ല, ഈ കല്ലിന് മേലെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്രോപോഡ്സ് അല്ലെങ്കിൽ ട്രൈപോഡ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ആക്രോപോഡ്സ് ഒക്കെ പ്ലേസ് ചെയ്യാറുണ്ട്. ആക്രോപോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് പേറ്റന്റ് ഡിസൈനുള്ള കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. ഇപ്പോൾ ഇങ്ങനെ ടെട്രാഹെഡ്രലായിട്ട് വരുന്നുണ്ടാവും, അതായത് 4 കാലുണ്ടാവും, ഇങ്ങനെ വരുന്ന കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ ചില സ്ട്രക്ചറുകൾ ഇങ്ങനെ വരുന്നുണ്ടാവും, ഐ ഷേപ്പിലുള്ള ഇങ്ങനെ വരുന്ന അക്രോപോഡുകൾ. അത് ഞാൻ വരച്ച് വൃത്തിയായിട്ടില്ല, എങ്കിലും അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ആക്രോപോഡ്സുകൾ പ്ലേസ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ ആക്രോപോഡ്സിൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നിൽക്കും. സ്റ്റിൽ അതിൻ്റെ ഇടയിൽ നല്ല വോയിഡ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള വരുന്ന സാധാ കല്ലുകളാണെന്നുണ്ടെങ്കിൽ ആർമേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹെവി ആർമേഴ്സ് ഏറ്റവും വലുത്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഈ 25-30 ടണ്ണൊക്കെ ഉള്ള വലിയ വലിയ കല്ലുകളൊക്കെയാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിനിടയിൽ നല്ല വോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ വോയിഡ്സ് വരുമ്പോൾ ഒരു വലിയൊരു തിരമാല വന്നിട്ട് ഇതിൽ അടിക്കുന്നതോട് കൂടിയിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ആ വേവ് എനർജി അബ്സോർബ് ആയിക്കൊണ്ടിരിക്കും. അതായത് ഇതിൻ്റെ സർഫസിലുള്ള ഒരു ഏരിയയിൽ, സർഫസ് ഏരിയ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഏറ്റവും പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, ആ ഒരു ഭാഗത്ത് കുറേ വെള്ളം തട്ടി നിൽക്കും. ബാക്കിയുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട്, ആ വോയിഡിൻ്റെ ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഉള്ളിലോട്ട് വരില്ല എന്ന് പറയുമ്പോൾ വേറൊരു ലെയറിലേക്കാവും അതിൻ്റെ വെയിറ്റ് ഇതാക്കുക. അങ്ങനെ പല ലെയറിലായിട്ട് ഈ വെയിറ്റ് അല്ലെങ്കിൽ ഈ വരുന്ന ഒരു ഫോഴ്സ് നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, എനർജി ഡിസിപ്പേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സപ്പോസ് ഒരു ഭിത്തി നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പറ്റുന്നതാണ്, അതാണ് നമ്മൾ അടുത്തതിൽ പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സർഫസിലേക്ക് വരുമ്പോൾ മൊത്തം വേവ് എനർജി ഒരൊറ്റ സർഫസാണ് എടുക്കുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ
കുറേ സ്ട്രക്ചറുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ സ്ട്രക്ചേഴ്സാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യം വരുന്ന ഇമ്പാക്റ്റ് ഫോഴ്സുകൾ വലിയ കല്ലുകൾ എടുക്കും. പിന്നെ വരുന്ന കുറേ ഭാഗങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. വോയിഡുകളുടെ ഉള്ളിലൂടെ ഇറങ്ങിയിട്ട് വേറെ ചെറിയ ചെറിയ കല്ലുകളാണ് എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആദ്യം വന്ന് ഹിറ്റ് ചെയ്ത് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയാണ് വാൾ മൗണ്ട്, അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, റബ്ബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടേഴ്സിൻ്റെ എനർജി ഡിസിപ്പേഷൻ സംഭവിക്കുന്നത്. റബ്ബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ കൺസിസ്റ്റ് ഓഫ് എ പൈൽ ഓഫ് സ്റ്റോൺ മോർ ഓർ ലെസ് sorted അക്കോർഡിംഗ് ടു their യൂണിറ്റ് വെയിറ്റ്. Smaller stones for the core, larger stones for an armor layer protecting the core from the wave attack. Rock or concrete armor units on the outside of the surface to absorb the most of the energy. ഇത് പോയിന്റ് ആയിട്ട് എഴുതുമ്പോൾ smaller cones for the core, larger stones for എന്തിനാണ്, ആർമർ ലെയർ. പിന്നെ വരുന്നത് റോക്ക് ഓർ കോൺക്രീറ്റ് ആർമർ യൂണിറ്റ് ഔട്ട്സൈഡ്, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സെക്ഷനായിട്ടാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വരുന്നത്. അതിൽ ഇവിടെ വരുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ക ചെറിയ ചെറിയ കല്ലുകൾ എന്ന് പറഞ്ഞാൽ പൊടിക്കല്ലുകളല്ല ഒരിക്കലും. ആ ഒരു 3 ടൺ to 5 ടൺ അല്ലെങ്കിൽ ഒരു 10 ടൺ 9 ടൺ ആ ഒരു വെയിറ്റിൽ വരുന്ന കല്ലുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ വെയിറ്റ് എന്നുള്ളത് മാത്രമല്ല, അത് അതിൻ്റെ ഒരു ഡെൻസിറ്റി കൊണ്ടാണ് നമുക്ക് അത്രയും പറയുന്നത്. ഒരു 3 ടണ്ണിൻ്റെ കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഹൈറ്റിൽ വരുന്ന ആ ഒരു കല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ 15 ടണ്ണ് 30 ടണ്ണൊക്കെ വരുന്ന കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നമ്മളെക്കാളും ഹൈറ്റുള്ള വലിയൊരു കല്ലുകളാവും. അപ്പോൾ സ്മോളർ കോഴ്സുകളാണ് ആദ്യം ഇട്ടിട്ട് എന്ത് സംഭവിക്കുന്നത്, കോർ ഏരിയ ഉണ്ടാക്കുന്നത്. പിന്നെ അതിനേക്കാൾ കൂടിയ സ്റ്റോണുകൾ ഇട്ടിട്ടാണ് ആർമർ ലെയർ, ഫസ്റ്റ് ലെയർ ആർമർ ലെയർ ഉണ്ടാക്കുന്നത്. പിന്നെയാണ് ഏറ്റവും വലുത് ഒന്നില്ലെങ്കിൽ റോക്ക് കൊണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ ആക്രോപോർട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സാധനങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, യൂണിറ്റ് സ്ട്രക്ചേഴ്സുകൾ അബ്സോർബ് ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് ആ സാധനങ്ങളാണ് ഈ എനർജി അബ്സോർപ്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയറിൽ ഉണ്ടാകുന്ന ആ മെറ്റീരിയലുകൾ, റോക്ക് ആയിക്കോട്ടെ കോൺക്രീറ്റ് ആയിക്കോട്ടെ, അതാണ് ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുന്നത്, എനർജി എടുക്കുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, while the gravels or the sand prevent the wave energies continues through the breakwater core, the slope of the revetment, അതായത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വോയിഡുകൾ കുറേ ഉണ്ടാവും. വോയിഡിൽ കുറേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിൽറ്റ് ഡെപ്പോസിറ്റുകളൊക്കെ വന്ന് അടിയാറുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു വേവ് എനർജി പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്നതിന് തടയാൻ പറ്റും. ഇൻ കേസ് ഇനിയിപ്പോൾ ഈ ഒരു സാൻഡുകളൊന്നും ഇല്ലെങ്കിൽ പോലും അപ്പുറത്തെ ഭാഗത്തേക്ക് ആ വേവ് എനർജി എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ the slope of the revetment are typical between 1:1 and 1:2 depending upon the material used. In the shallow water, revetment breakwaters are usually relatively inexpensive. As the water depth increases, the material requirement and hence the cost increases. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു കോസ്റ്റുമായിട്ട് വരുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഷാലോ വാട്ടേഴ്സ് ആയിട്ടുള്ള, അതായത് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു 4-5 മീറ്റർ മാത്രം ഹൈറ്റുള്ള ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ആയിട്ടാണ് സാധനം വരുന്നത്. പക്ഷേ ഡെപ്ത് കൂടുമ്പോൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, RGPPL പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഷോറിൽ നിന്നൊരു 3.3 കിലോമീറ്റേഴ്സ് ഇൻറ്റു ദ സീ ആണ്. സ്വാഭാവികമായിട്ടും അവിടെ വരുന്നത് എന്നിട്ടുണ്ടെങ്കിൽ 17 to 24 മീറ്റേഴ്സാണ് ഹൈറ്റ് ഡിഫറൻസ്, ഡെപ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ അത്രത്തോളം മെറ്റീരിയൽ ഇട്ട് നിറയ്ക്കുക എന്ന് പറയുന്നത് അതാണ്. എത്രത്തോളം പണിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും മേലോട്ട് കാണൂല അത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട കല്ലുകൾ മൊത്തം അടിയിലേക്കാണ്. അത്രയും എമൗണ്ട് ഓഫ് ആർമേഴ്സും റോക്കുകളും അതിനും വേണം. സ്വാഭാവികമായിട്ടും അതിനെന്ത് ചെയ്യും, കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. അതാണ് അതിൽ പറയുന്നത്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ പറയുന്നത്. ഇതിന് പല ടൈപ്പിലുള്ള സ്ലോപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ടോ ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഏത് ഫേസിലേക്കാണോ വെള്ളം വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലാണ് ടോയൊക്കെ കൊടുക്കാറ്. അപ്പോൾ ഈ ഒരു ലേ ഔട്ടും കൂടി വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫസ്റ്റ് പകുതി പാർട്ട് ഫിനിഷാണ്. പിന്നെ വരുന്നതാണ് വേർട്ടിക്കൽ ടൈപ്പ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. അതിൽ വരുന്നത് എ വാൾ ഓർ അപ്രൈറ്റ് വേർട്ടിക്കൽ Phase to breakwater is defined as the big regular wall raised to construct a harbor basin or a solid natural or artificial foundation to resist the forces
ആൻഡ് ദെയർ കമ്പോണൻസ് ജനറേറ്റഡ് ബൈ ദ ഇൻകമിങ് വാട്ടർ ഓഫ് ദ വേവ്. ഈ ബേസിക് ആയിട്ട് ഇത് പറഞ്ഞിട്ടുള്ളതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്രൈറ്റ് വേർട്ടിക്കൽ ഫേസ് ആണ് ഇതിന് വരുന്നത്. ബാക്കി എല്ലാതും നമ്മൾ നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ അതേ ഫങ്ഷൻസ് തന്നെയാണ് പറയുന്നത്. റെസിസ്റ്റ് ദ ഫോഴ്സ് ആൻഡ് ദെയർ കമ്പോണന്റ് ബൈ ഇൻകമിങ് വാട്ടർ ആൻഡ് വേവ്, അതാണ് അതിൽ പറയുന്നത്. ഇതും യൂസ് ചെയ്യുന്നത് ഹാർബർ ബേസിനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഹാർബർ ബേസിനിൽ അല്ലാണ്ടെയും അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ റിഫ്ലക്ട് ദ ഇൻസിഡന്റ് വേവ് വിത്തൗട്ട് ഡിസിപ്പേറ്റിംഗ് മച്ച് എനർജി. ഇപ്പൊ ഇതിൽ ബ്രേക്ക് വാൾ ടൈപ്പ് ഉള്ള ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലോ വാൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫിഗർ ഇവിടെ ഉണ്ടാവും. ക്രൗൺ വാൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും വെള്ളം വന്ന് തട്ടി അതിൽ പല ഭാഗം ഇവിടെ നിന്നുള്ള പലതും അത് എടുത്തിട്ട് ആ വെള്ളം വന്ന് തട്ടി റിട്ടേൺ ചെയ്ത് പോകാറുണ്ട്. ചില ഏരിയകളിൽ ഈ അപ്രൈറ്റ് വാളിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്ന അറിയാം, ഈ പല പേറ്റന്റ് ആയിട്ടുള്ള ഡിസൈനുകളുണ്ട്. ഇങ്ങനെ കേർഡ് ആയിട്ടുള്ള വാള് കൊടുക്കും. ഇങ്ങനെ കേർഡ് ആയിട്ടുള്ള വാള് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേവ് എങ്ങനെയാണോ വരുന്നത്, വേവ് ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് ആയിട്ട് പോകും. ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടിച്ചിട്ട് ആ ഇമ്പാക്റ്റ് കംപ്ലീറ്റ് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് സ്പാറ്റർ ചെയ്യാണ്, പല ഡയറക്ഷനിലേക്കായിട്ട് ആ വെള്ളം കൊണ്ട് തെറിക്കുകയാണ്. പക്ഷെ ഈ ഒരു മോഷൻ എന്ന് പറയുന്നത് ആ വെള്ളത്തിന് പോകാനുള്ള ഒരു കറക്റ്റ് പാത്ത് കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു എന്താ പറയാ, ഒരു വഴി ഒരുക്കി കൊടുക്കുന്ന പോലെ ഉണ്ട്. അങ്ങനത്തെ വെർട്ടിക്കൽ വാൾ ടൈപ്പ് സാധനങ്ങൾ നമ്മൾ കാണാറുണ്ട്. പിന്നെ വേവ് പ്രൊട്ടക്ഷൻ ഇൻ പോർട്ട് അതിന് യൂസ് ചെയ്യാറുണ്ട്. ചാനൽ പ്രൊട്ടക്ഷൻ ഫ്രം ദ സിൽറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിലൊക്കെ സിൽറ്റേഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഒരു മെറ്റീരിയൽ അകത്തേക്ക് കടത്തി വിടുന്നില്ല. ബാക്കിയുള്ള ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, വോയിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ വോയിഡ്സിലൂടെ മെറ്റീരിയൽസ് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ എന്താണ്, വാളായതുകൊണ്ട് ഒരു തരത്തിലുള്ള മെറ്റീരിയൽസ് സിൽറ്റുകളും കടത്തി വിടുന്നില്ല. പിന്നെ കറൻസ് ഫ്രം ദ സുനാമി അതിനെ പോലും താങ്ങി നിർത്തും. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ബർത്തിങ് ഫെസിലിറ്റി. ഈ ബർത്തിങ് ഫെസിലിറ്റിയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഷിപ്പ് ബർത്ത് ചെയ്യുമ്പോൾ ഈ തിരമാലകൾ കൊണ്ടുണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, അത് ഞാൻ ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ആക്സസ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ഈ പറഞ്ഞ പോലെ തന്നെ ഈ സീ റൂട്ടുകളിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബർത്ത് ചെയ്യാനോ, അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്പോർട്ടേഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആകും. അപ്പോൾ ഈ ഒരു ഫിഗറും കൂടി വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതാക്കും. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൽ പറയാനുള്ളത്. ഫോർത്ത് മൊഡ്യൂളിൻ്റെ എ പാർട്ടും ബി പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. എ പാർട്ടിൽ വന്ന 2 ചോദ്യങ്ങളും ബി പാർട്ടിൽ വന്ന അതിലൊരു ഓർ ക്വസ്റ്റ്യനും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ സൊല്യൂഷൻസും ആയിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. താങ്ക്